ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നലെ പതിവില്ലാതെ അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി പാതിരാത്രി ബിഗ് ബോസിൻ്റെ പട്ടി കുരച്ചു എന്ന് പറയേണ്ടതായിട്ട് വരും. അതിനുള്ള കാരണക്കാരെന്ന് പറയുന്നത് കമറുദ്ദീനും പാറവുമാണ്. ഇവർ രണ്ടുപേരും കൂടെ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങി വന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. പാറു കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ആഴ്ച ഞാൻ പോവുമെടാ എന്നൊക്കെ പറയുന്നത്. കൊച്ചു ബിഗ് ബോസ് ഹൗസിൽ എന്താണ് ഈ നടക്കുന്നത് എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. അതിനുശേഷം നമ്മുടെ വീക്ക്ലി ടാസ്ക് കണ്ടിന്യൂ ചെയ്തു. കനീൻ്റെ ടീമിനായിരുന്നു ടാസ്ക്. ആ ടീമിൽ പാറവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊള്ളട്ടെ. അവർ 16 മിനിറ്റ് കൊണ്ട് തീർത്തു. അവർക്ക് സിമ്പിളായിട്ടുള്ള പാട്ടിട്ട് കൊടുത്തോ ബിഗ് ബോസ് എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് പാറു ആയിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഈവൻ പാറു ആ ടീമിലുള്ളത് കൊണ്ട് പാറുവിൻ്റെ ഫാമിലി 24 മണിക്കൂർ നിന്നാലോ, അവിടെ കമറുദ്ദീനും കൂടെ ഉണ്ടെങ്കിലോ അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. സോ ബിഗ് ബോസ് അവിടെ ഒരു ഫേവറേറ്റിസം കാണിച്ചോ എന്നൊരു സംശയമുണ്ട്. എന്നിരുന്നാലും പാറുവിൻ്റെയും കമറുദ്ദീൻ്റെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. കനീൻ്റെയും ആതിരേൻ്റെയും ജഡ്ജ്മെൻറ്റും സൂപ്പറായിരുന്നു, പ്രത്യേകിച്ച് ആതിരേൻ്റെ. അതിനുശേഷം സാന്ദ്രേൻ്റെ ടീമാണ് പെർഫോം ചെയ്തത്. ആ ടീമിൽ അമിതും ദിവ്യയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സാന്ദ്ര മലയാളിയാണ്, അത്യാവശ്യം കുറച്ച് പാട്ടുകളെ അറിയുള്ളൂ. ഗാനാവിനോദിനെ തന്നെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. സോ അങ്ങനെ അവർ പൊട്ടുകയാണ് ഉണ്ടായത്. ഈ ആഴ്ച ഒരു കരച്ചിൽ വീക്കാണ് എന്ന് തോന്നുന്നു. ഇന്ന് സുഭിക്ഷ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. വിക്രത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അറോറയാണ് സുഭിക്ഷേനേക്കാളും നല്ല പ്ലെയർ എന്ന് വിക്രത്തിന് തോന്നി എന്നും പറഞ്ഞപ്പോഴേക്കും സുഭിക്ഷ കിടന്ന് കരയുകയാണ്. ഇതാണ് ഈ ഇമോഷണലായിട്ട് ഒരാളായിട്ട് കണക്ട് ചെയ്താലുള്ള പ്രശ്നം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സുഭിക്ഷ. ഇപ്പം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വിക്രത്തിൻ്റെ കൂടെ കൂടിയിട്ട്. ഉള്ള കാര്യമാണ് പുള്ളി പറഞ്ഞത്. അതിനുശേഷം സാന്ദ്ര കനീനെക്കുറിച്ച് പറഞ്ഞത് ഒട്ടും ശരിയായില്ല. എൻ്റെ പാപ്പാസിനെ കുറിച്ച്, അതായത് എൻ്റെ കുട്ടികളെക്കുറിച്ച് പാട്ട് പാടിയത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സാന്ദ്ര ഇങ്ങനെ ഫാൾസ് അലിഗേഷൻ വെച്ചിട്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും പുറത്തു പോയാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തി എന്ന് തോന്നുന്നു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് സാന്ദ്ര തയ്യാറായി നിൽക്കുകയാണ്. അതെന്താവുമെന്നും കണ്ടറിയാം. ബൈ ബൈ.